ഞാൻ ഡോക്ടർ MC എബ്രഹാം, എറണാകുളം ജില്ലയിലെ നോർത്ത് പറവൂരിൽ പെഡിയാട്രീഷ്യനായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു. ഗവൺമെൻറ് സർവീസിൽ ചേർന്ന ഞാൻ പറവൂർ താലൂക്ക് ഹോസ്പിറ്റലിൽ നിന്ന് വിരമിച്ചതിന് ശേഷം ഇപ്പോൾ പറവൂർ തന്നെയുള്ള ശാന്തി ഹോസ്പിറ്റലിൽ പെഡിയാട്രീഷ്യനായിട്ട് ജോലി ചെയ്യുന്നു. കുട്ടികളുടെ വളർച്ച, ന്യൂട്രീഷൻ, ആരോഗ്യം, രോഗങ്ങൾ എന്നിവയെപ്പറ്റി പ്രതിപാദിക്കുന്ന എൻ്റെ പെഡിയാട്രിക് ടോക്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക്ക് പാരസെറ്റമോൾ കൊടുത്തിട്ടും പനി വേണ്ട രീതിയിൽ കുറയാതെ വന്നാൽ എങ്ങനെ ഇളം ചൂടുവെള്ളം കൊണ്ട് തുടച്ച് പനി മാറ്റാം അല്ലെങ്കിൽ പനി കുറയ്ക്കാം എന്നതിനെ പറ്റിയാണ്. ശരിയായി മനസ്സിലാക്കി വേണ്ട രീതിയിൽ ചെയ്താൽ തുടയ്ക്കുന്നതുകൊണ്ട് വേഗം പനി കുറയുന്നതാണ്. ഇങ്ങനെ തുടയ്ക്കുന്നതിന് ഇംഗ്ലീഷിൽ ടെപ്പിഡ് സ്പഞ്ചിങ് എന്നാണ് പറയുന്നത്. വേണ്ട രീതിയിൽ ചെയ്തില്ലെങ്കിൽ നമുക്ക് വേണ്ടത്ര എഫക്റ്റ് കിട്ടില്ല. നമ്മൾ എങ്ങനെയാണ് ശരിയായിട്ട് ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യം ഒരു പാത്രത്തിൽ പച്ചവെള്ളം എടുക്കുക. അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ചേർത്ത് അതിൻ്റെ കുറേശ്ശെയായിട്ട് ഒഴിച്ചിട്ട് തണുപ്പ് മാറ്റുക. തണുപ്പ് മാറി ഇളം ചൂടിലേക്ക് വരുമ്പോൾ വെള്ളം ഒഴിക്കുന്നത് നിർത്തുക. വെള്ളം തിളപ്പിച്ചിട്ട് ആറുന്നതിനേക്കാൾ കുറച്ച് സമയം ഇങ്ങനെ ചെയ്താൽ എടുക്കുകയുള്ളൂ. അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നതാണ് നമുക്ക് അഭികാമ്യമായിട്ടുള്ളത്. അങ്ങനെ നമ്മൾ തയ്യാറാക്കിയ ഇളം ചൂടുള്ള വെള്ളത്തിലേക്ക് തുടയ്ക്കാനുള്ള തുണി മുക്കി കുറച്ച് വെള്ളം അതിലിരിക്കത്തക്കവണ്ണം പിഴിഞ്ഞിട്ട് നെറ്റി, മുഖം, കഴുത്ത്, കഷം, നെഞ്ച്, പുറകോടി പനിയുള്ള ഭാഗങ്ങളെല്ലാം തന്നെ വെള്ളത്തോടുകൂടി തുടച്ചിട്ട് തുണി ദേഹത്തുനിന്ന് മാറ്റുക. ദേഹത്തുനിന്ന് മാറ്റുമ്പോൾ പറ്റിയിരിക്കുന്ന വെള്ളം തന്നെത്താൻ ഉണങ്ങട്ടെ. അതായത് ശരീരത്തിൽ നിന്ന് ചൂടെടുത്തിട്ടാണ് ആ വെള്ളം ഉണങ്ങുന്നത്. അപ്പോൾ ശരീരത്തിലെ ചൂട് അത്രയും കുറയുന്നു. ഉണങ്ങി കഴിയുമ്പോൾ കൈപ്പത്തിയുടെ പുറംഭാഗം കൊണ്ട് ശ്വസിച്ച് നോക്കുക. പനി വേണ്ട രീതിയിൽ കുറഞ്ഞിട്ടിൽ വീണ്ടും ഇതുപോലെ തന്നെ 3-4 ആവർത്തി തുടച്ചിട്ട് തുണി ദേഹത്തുനിന്ന് മാറ്റുക. ഇങ്ങനെ അത് കഴിഞ്ഞിട്ട് വെള്ളം തന്നെത്താനെ ഉണങ്ങട്ടെ. അപ്പോഴും പനി പിന്നെയും കുറേശ്ശെ കുറയുന്നു. ഇങ്ങനെ പല ആവർത്തി ചെയ്യുമ്പോൾ പനി സാവകാശത്തിൽ കുറയുന്നു, നോർമൽ ടെമ്പറേച്ചറിലേക്ക് വരുന്നു. എന്തുകൊണ്ടാണ് നമ്മൾ ഇളം ചൂടുവെള്ളം ഉപയോഗിക്കുന്നത്? സാധാരണ പച്ചവെള്ളം പോരെ എന്ന് ചോദിച്ചേക്കാം. പച്ചവെള്ളത്തിന് തണുപ്പ് വെള്ളമാണെങ്കിൽ ഇതുകൊണ്ട് തുടയ്ക്കുമ്പോൾ തൊലിയിലെ രക്തക്കുഴലുകൾ സങ്കോചിക്കുന്നു. അപ്പോൾ അകത്തുനിന്ന്, അതായത് ഉള്ളിൽ നിന്ന് ചൂട് പുറത്തേക്ക് കണ്ടക്ട് ചെയ്ത് വരുന്നില്ല. നെറ്റിയിൽ നനഞ്ഞ തുണി, അതായത് തണുത്ത വെള്ളം കൊണ്ടുള്ള നനഞ്ഞ തുണി ഇടുമ്പോഴും അതേ സംഗതി തന്നെയാണ് നടക്കുന്നത്. അതായത് തൊലി തണുക്കുന്നു, ഉള്ളിലെ ചൂട് കുറയുന്നില്ല. അതുകൊണ്ട് എപ്പോഴും തണുപ്പ് മാറ്റിയ വെള്ളം കൊണ്ട് തുടയ്ക്കുന്നതാണ് അഭികാമ്യം ആയിട്ടുള്ളത്. പിന്നെ ചോദിക്കാറുള്ള ഒരു ചോദ്യം നെഞ്ച് തുടയ്ക്കാമോ എന്നാണ്. ഓർക്കുക, നമ്മൾ തണുപ്പ് വെള്ളം കൊണ്ടല്ല തുടയ്ക്കുന്നത്. നമ്മൾ തുടയ്ക്കുന്നത് ഇളം ചൂടുള്ള വെള്ളം കൊണ്ടാണ്. ഇളം ചൂടുവെള്ളം കൊണ്ട് നെഞ്ച് ഭാഗം ചൂടുണ്ടെങ്കിൽ വേഗം തുടച്ചിട്ട് മാറ്റുന്നതുകൊണ്ട് യാതൊരു ദൂഷ്യവുമില്ല. ഇങ്ങനെ കറക്റ്റായിട്ട് ചെയ്യുവാണെങ്കിൽ പനി വേഗം കുറഞ്ഞു വരുന്നു. അതായത് സമ്മറൈസ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം പച്ചവെള്ളം എടുത്തിട്ട് അതിൻ്റെ ചൂടുവെള്ളം ഒഴിച്ച് തണുപ്പ് മാറ്റുക. അതിൽ തുണി മുക്കി വെള്ളം ദേഹത്തിരിക്കത്തവണ്ണം തുടച്ചുകൊണ്ട് തുണി ദേഹത്ത് മാറ്റുക. മാറ്റിക്കഴിഞ്ഞിട്ട് വെള്ളം തന്നെത്താനെ, ദേഹത്ത് പറ്റിയിരിക്കുന്ന വെള്ളം തന്നെത്താനെ ഉണങ്ങട്ടെ. അപ്പോൾ ശരീരത്തിൽ നിന്ന് ചൂടെടുത്തിട്ട് വെള്ളം ഉണങ്ങുന്നതുകൊണ്ട് ചൂട് കുറയുന്നു. ഇത് 3-4 ആവർത്തി ചെയ്യുമ്പോൾ ശരീരത്തിലെ ചൂട് കുറഞ്ഞ് നോർമൽ ടെമ്പറേച്ചറിലേക്ക് വരുന്നു. ഇത് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു മെത്തഡാണ് ശരിയായിട്ട് ചെയ്തു കഴിഞ്ഞാൽ. ഇത് നിങ്ങൾ പനി വരുമ്പോൾ പരീക്ഷിച്ച് നോക്കുക. നിങ്ങൾക്ക് അതുകൊണ്ട് തീർച്ചയായിട്ടും ഫലം കിട്ടും. എൻ്റെ അടുത്ത ടോപ്പിക്ക് പാരസെറ്റമോൾ കൊണ്ട് പനി കൊടുത്തിട്ട് പനി കുറഞ്ഞെങ്കിൽ വേറെ അതിനേക്കാളും ഇഫക്റ്റുള്ള മരുന്നുകളുണ്ടോ, അതെങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്നതിനെ പറ്റിയാണ്. തൽക്കാലം നിർത്തട്ടെ. ഗുഡ് ബൈ.